Now I am going to express about solar prana. സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ഊർജം ലഭിക്കുന്നുവെന്ന് നാം ചെറുപ്പത്തിലെ ചെറിയ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് നമുക്കറിയാം. സൂര്യനിൽ നിന്നും വരുന്ന ഊർജത്തിൻ്റെ സുവർണത്തിളക്കം നമ്മുടെ ജീവിതത്തെ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ജീവനുള്ള വസ്തുക്കളിലേക്ക് ഇവ കടന്നു വരുമ്പോൾ ഒരു ഈശ്വരീയ സാന്നിധ്യമായി ഇത് തീരുന്നു. ഈ സൂര്യൻ്റെ എനർജി, സൂര്യനിൽ നിന്നും വരുന്ന ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണ കോശങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് ജീവൻ്റെ ശക്തിയുണ്ടാകുന്നു, ഈശ്വരീയമായ ശക്തി ഉണ്ടാകുന്നു. ജീവൻ നിലനിൽക്കാൻ അത് സഹായിക്കുന്നു. ദ്വാൽകുൽ എന്ന ഗുരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദ ഗ്രേറ്റ് ഇൻവോക്കേഷൻ എന്ന പ്രാർത്ഥന തയ്യാറാക്കിയ, ഇന്ന് ലോകം മുഴുവനും അത് പ്രാർത്ഥിക്കുകയും അത് എസൻസ് ഓഫ് പ്രയറായിട്ട് അംഗീകരിക്കുകയും ചെയ്ത് പല പാരമ്പര്യങ്ങളിലും അത് ഉപയോഗിക്കുന്നു. മഹാത്മാ ചോവാക്കോക്സ്വി അത് കണ്ടെത്തിയത് ആലിസ് ബെയ്ലി ത്രൂ കണ്ടെത്തി അതിനെ നമുക്ക് പകർന്നു തന്നു. ദ പാത്ത് ടു അർഹർഷിപ്പ് പോലെയുള്ള യോഗിക് സാധനകളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ദ ഗ്രേറ്റ് ഇൻവോക്കേഷൻ. ഒരു ഗ്രേറ്റ് ഇൻവോക്കേഷൻ്റെ പോസ്റ്റർ നമ്മൾ വീട്ടിൽ ഒരു ഫ്രെയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വീട് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും അതുപോലെ സൈക്കിക് അറ്റാക്കുകളിൽ നിന്നും പരിരക്ഷിക്കപ്പെടുമെന്ന് ഒരു വസ്തുതയുണ്ട്. ആ മന്ത്രത്തിൻ്റെ, അതിലുള്ള ആ പ്രയറിൻ്റെ എനർജി, അതിൻ്റെ ആന്തരികമായ തത്വം സ്പ്രെഡ് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് തിന്മകളൊന്നും കടന്നു വരാതിരിക്കുന്നു. ഇപ്പോൾ ദ്വാൽകുൽ ഫൗണ്ടേഷൻ, ദ്വാൽകുൽ പറഞ്ഞ യോഗി ദ്വാൽകുൽ, ഉന്നതനായ മാസ്റ്റർ ദ്വാൽകുൽ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കണ്ടെത്തിയ ആശയം തന്നെയാണ് സൗരപ്രാണൻ. സുവർണ ധൂളികളുള്ള, സുവർണ നിറത്തിലുള്ള ഈ പ്രാണൻ ജീവനുള്ള വസ്തുക്കളിലേക്ക്, ജീവനുള്ള കോശങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു സ്വർഗീയ പ്രഭയായി വന്ന് ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന സുവർണ ധൂളികളായി മാറുന്നു. നമ്മുടെ ശരീരത്തിൽ പല വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. യോഗിക് പാരമ്പര്യങ്ങളിൽ അതിനെ ചക്രാസ് എന്നാണ് വിളിക്കുക. കബല പാരമ്പര്യങ്ങളിൽ അതിനെ സെഫിറോത്സ് എന്ന് വിളിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും അതിനെ കറങ്ങുന്ന എന്ന അർത്ഥത്തിൽ സംസ്കൃത വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക, ചക്രാസ്. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലുമായിട്ട്. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഊർജത്തെ ആഗിരണം ചെയ്യുന്നു. അതുപോലെ കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് അത് ഉപയോഗം കഴിഞ്ഞ ഊർജത്തെ പുറന്തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഊർജത്തെ അത് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഈ ശരീരത്തിന് ചുറ്റുമായി നിൽക്കുന്ന ഈ ഊർജമണ്ഡലങ്ങൾ പ്രകൃതിയിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കുന്ന, എസ്പെഷ്യലി സൂര്യപ്രാണ സ്വീകരിച്ചെടുത്ത് അത് നമ്മുടെ ജീവനെ നിലനിർത്താനായി സഹായിക്കുന്നു. എല്ലാ ചക്രകളും പവർ പ്ലാന്റുകൾ പോലെ പ്രവർത്തിക്കുന്നു. അവ സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കുന്നു, വായുവിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കുന്നു, ഭൂമിയിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കുന്നു.
ഇവ സ്വീകരിച്ച് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് വ്യത്യസ്ത നിറങ്ങളായി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള ഇടങ്ങൾ മനസ്സിലാക്കി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ എനർജി സിസ്റ്റം അതിന് സഹായിക്കുന്നു. നമ്മുടെ മെറിഡിയൻ നാഡികളിൽ കൂടെ മെങ്മെയിൻ എന്ന പൊക്കിളിൻ്റെ പുറകിലുള്ള ഒരു വൈറ്റൽ എനർജി സെൻറ്റർ അതിനെ ശരീരം മുഴുവനും വിതരണം ചെയ്യുന്നു, നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും. എസ്പെഷ്യലി ഗ്രൗണ്ട് പ്രാണ, ഭൂമിയിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് അതിന് ഡൈജസ്റ്റ് ചെയ്ത് 3 നിറങ്ങൾ, പ്രധാനപ്പെട്ട 3 നിറങ്ങളെ അതിൽ നിന്നും വേർതിരിച്ച് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ നിറത്തെ ഓരോ പർപ്പസ്ഫുൾ വ്യത്യസ്തമായ ശക്തികളാണ് ഈ നിറങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിപ്പിച്ച് നമ്മുടെ രോഗങ്ങളെ മാറ്റുന്നു, നമുക്ക് കൂടുതൽ ഊർജ്ജമുണ്ടാക്കി തരുന്നു. വ്യത്യസ്തമായ കഴിവുകളാണ് ഓരോ നിറങ്ങൾക്കും ഓരോ ചക്രകൾക്കും ഉള്ളത്. ചക്രാസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജി പോയിൻറ്റ്സ്, ഇൻവിസിബിളായിട്ട് അവ വർക്ക് ചെയ്യുന്നു. ഇവിടെ പ്രാണ, സൂര്യപ്രാണനെ കുറിച്ചാണ് സംസാരിച്ചത്. സൂര്യപ്രാണ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, സ്പ്ലീൻ, ഒരു അവയവമുണ്ട്. അത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. മറിച്ച് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻ സൂര്യപ്രാണനിൽ നിന്നും വരുന്ന ഊർജത്തെ സ്വാംശീകരിച്ച് ശരീരത്തിന് മുഴുവനും വേണ്ട കറണ്ട്, ഇലക്ട്രിസിറ്റി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അബ്സോർബ് ചെയ്തെടുത്ത് അത് ശരീരത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സ്പ്ലീൻ ചക്ര എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സ്പ്ലീൻ എനർജി സെൻറ്റർ എന്ന് വിളിക്കാം. ആക്ച്വലി സ്പ്ലീൻ എന്ന് പറഞ്ഞ അവയവത്തിൻ്റെ ധർമ്മം ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മറിച്ച് അതിൻ്റെ ഒരു അടുത്തൊരു ഫങ്ഷനാണ് എനർജി വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അഡീഷണൽ ഫങ്ഷനാണ് പ്രാണചക്രമായിട്ട് വർക്ക് ചെയ്യുക. സംസ്കൃതത്തിൽ ഇതിനെ പ്രാണചക്രം എന്നാണ് വിളിക്കുക. 11 പ്രധാനപ്പെട്ട ചക്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ് സ്പ്ലീൻ എനർജി സെൻറ്റർ. 2 വശങ്ങളിലേക്കുമായി തിരിഞ്ഞു നിൽക്കുന്നു. നാം അവിടെ നേരിട്ട് ഊർജത്തെ കൊടുക്കില്ല. ഹീലേഴ്സ് എത്ര വലിയ ഹീലറായാലും പ്രാണചക്രത്തിലേക്ക് നാം ഡയറക്റ്റായിട്ട് എനർജി കൊടുക്കില്ല. കാരണം അത് സ്വതസിദ്ധമായി അത് സൗരപ്രാണനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമുക്കിനി അവിടെ ഡിപ്ലീഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഊർജത്തിൻ്റെ കുറവ്, ഇപ്പോൾ ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ടുള്ള, ഡിപ്രഷനൊക്കെ സൈക്കോളജിക്കലി ഇൽനെസ് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഊർജത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഈ പ്രാണചക്രൻ സഫിഷ്യൻ്റായിട്ടുള്ള എനർജിയെ അബ്സോർബ് ചെയ്യാതെ വരികയും ശോഷണമുണ്ടാവും, എനർജിയുടെ ആവശ്യത്തിനുള്ള എനർജി ശരീരത്തിൽ ലഭ്യമാകാതെ വരികയും അവർ കൂടുതൽ വിഷാദങ്ങളിലേക്ക് പോകും, ശാരീരികമായിട്ട് ഹെൽത്ത് ഇല്ലാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ സ്പ്ലീൻ ചക്ര ഡിപ്ലീറ്റഡ് ആൻഡ് അണ്ടർ ആക്ടിവേറ്റഡ് ആവുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നേവൽ ചക്രയെ, പൊക്കിളിൻ്റെ അവിടെയുള്ള നേവൽ ചക്രയെ ക്ലീൻ ചെയ്ത് അവിടുത്തെ ഡേർട്ടി എനർജീസൊക്കെ റിമൂവൽ ചെയ്ത് അവിടെ ഊർജത്തെ കൊടുത്ത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് 70% സ്പ്ലീൻ ചക്ര അതിൻ്റെ ആവശ്യാനുസരണം അത് സ്വീകരിച്ചുകൊള്ളും സ്വയമേവ. ഇപ്പോൾ ധ്വാൽക്കുൽ, മഹാഗുരുവായിരുന്ന ധ്വാൽക്കുൽ പറഞ്ഞ കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സ്ക്രിപ്റ്റുകളിൽ ഇത് സൂചിപ്പിച്ചിരിക്കുന്നു. സൂര്യനിൽ നിന്നും വരുന്ന സൗര ഊർജം നമ്മുടെ ശരീരം ജീവനായി, ഈശ്വരീയ ധൂളികളായി അതിനെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നിലനിർത്തുന്നതിൽ വളരെ പരമമായ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ മഹാത്മാ ചോവാക്വാക്സുയി അതിൽ നിന്നും ഉൾക്കൊണ്ട ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റു പല പഠനങ്ങളിൽ നിന്നും അദ്ദേഹം ക്രോഡീകരിച്ചെടുത്ത ആശയ സമ്പത്താണ് നാം ഹീലിംഗ് സമ്പ്രദായങ്ങളിൽ കൂടെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. യോഗ പ്രാണവിദ്യയുടെ കോഴ്സുകൾ, എല്ലാ കോഴ്സുകളും ഇവിടെ തൃശ്ശൂർ ലഭ്യമാണ്. രഞ്ജിത്ത് ഓതറൈസ്ഡ് ഇൻസ്ട്രക്ടറാണ്. മാ ഷാർലറ്റ് ഏൽപ്പിച്ച ഒരു ദൗത്യമായി
അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മഹാത്മാ ചൊവാക്കോക്സിയുടെ ധർമ്മപത്നിയും ലൈഫ് പാർട്ട്ണറും സീനിയർ ഇൻസ്ട്രക്ടറും, എല്ലാ കോഴ്സുകളും മാസ്റ്റർ തയ്യാറാക്കിയ എല്ലാ പദ്ധതികളും പാഠ്യപദ്ധതികളും പഠിപ്പിക്കാൻ ലോകത്ത് ആകെ അവകാശം കൊടുത്ത ഒരു വനിതയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറായിരുന്ന മാ ഷാർലറ്റ് ആൻഡേഴ്സൺ. അദ്ദേഹം അവരെ എല്ലാം ഏൽപ്പിച്ചു. അവരിൽ നിന്ന് എനിക്ക് മാ ഷാർലറ്റ് മറ്റു പലർക്കും കൊടുത്തതുപോലെ തന്നെ എനിക്കും അവർ ഈ പാഠ്യപദ്ധതികൾ പഠിപ്പിക്കാനുള്ള അവസരം കൈമാറി. നേരിട്ട് തന്നെ മറ്റു പലർക്കും സെമിനാർ പോലെ നടത്തിയപ്പോൾ എന്നെ അവരൊരു അമ്മയുടെ വാത്സല്യത്തോടെ സ്വീകരിച്ച് അവരുടെ വീട്ടിലിരുത്തി എന്നെ ട്രെയിനർഷിപ്പുകൾ ഓരോന്നോരോന്നായി കൈമാറ്റം ചെയ്യപ്പെട്ടു. വർഷങ്ങളായി ഞാൻ ആ തപസ് ഏറ്റെടുത്ത് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കേരളത്തിലെ മാ ഷാർലറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങണമെന്ന് മാ ഷാർലറ്റ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, യാത്രയാകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. പക്ഷെ മറിച്ച് തിരക്ക് കൊണ്ട് മാത്രമല്ല, അതിന് പറ്റുന്നൊരു സന്ദർഭങ്ങൾ അതൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യമായില്ല. ഞാൻ ആ സമയത്ത് വെസ്റ്റ് ഫോർട്ട് എന്ന ഹോസ്പിറ്റലിലെ പ്രാണിക് ഹീലിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായതുകൊണ്ട്, പിന്നെ വേറെ 2 ഹോസ്പിറ്റലിൽ വിസിറ്റിങ്ങിന് പോയിരുന്നത് കൊണ്ട് പിന്നെ ക്ലാസ്സുകളുടെ സമയമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ന് കൽക്കട്ടയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്ന, ഇൻ്റർനാഷണലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ദ ഇന്നർ സയൻസസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് തൃശ്ശൂർ മഹാത്മാ ചൊവാക്കോക്സിയുടെ അനുഗ്രഹവും മാ ഷാർലറ്റിൻ്റെ തീർച്ചയായും സ്നേഹകാരുണ്യങ്ങളും അനുഗ്രഹവും ലഭ്യമാക്കിക്കൊണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമസ്തേ രഞ്ജിത്ത്. താങ്ക് യു.